അതിന് ഓൾറെഡി ഹൈക്കോടതിയും ബാക്കി ജില്ലാ കോടതികളും മുനിസിപ്പൽ കോടതിയും ഒക്കെ ഉത്തരം പറഞ്ഞ് ടെക്നിക്കലി നിയമപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. അത് തീരുമാനമാക്കിയ വിഷയമാണ് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്നുള്ളത്. അതിന് പുറമെ സ്റ്റേറ്റ് ഗവൺമെൻറ് നിസാർ കമ്മീഷൻ ഓൾറെഡി ഇതിൽ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും എന്താ പറയുക, നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്ക് ലീഗൽ ക്വസ്റ്റ്യൻസ് ആൻസേർഡ് ആണ് ഓൾറെഡി. അപ്പോൾ ഇനിയിപ്പോൾ അതിലെന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ അതിലൊരു സ്ലൈറ്റ് ഹോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗത്ത് ആഫ്രിക്കയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് അവിടെ മണ്ടേലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സാധനമുണ്ട്, അത് ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ മിഷൻ എന്ന് പറയും. അതായത് അത്രയും വലിയ യുദ്ധങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ വിവേചനങ്ങൾ നടന്നു കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഒരു പക്ഷേ പ്രൊഫറ്റിൻ്റെ മക്ക വിജയം അതുപോലെ സാമ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഇൻഡിപെൻഡൻസ് നേടുന്ന സമയത്ത് മണ്ടേല നടത്തുന്നത് ഇവരെയൊക്കെ ജയിലിലേക്ക് വിടുകയല്ല. മണ്ടേല നടത്തുന്ന അവിടുത്തെ വലിയ, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന അവിടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ മിഷൻ. അതൊരു സ്റ്റേജ് കെട്ടിയിട്ട് അവിടെ ഈ പറഞ്ഞ കുറ്റം ആരോപിക്കപ്പെട്ട അന്നത്തെ മിലിറ്ററി ജനറൽസും ഇവരൊക്കെ വന്നിട്ട് കുറ്റം ഏറ്റുപറയുക, ഞങ്ങൾ ചെയ്തു, ഇത്ര ആളെ ഞങ്ങൾ കൊന്നു, ഞങ്ങളതിൽ ഖേദിക്കുന്നു എന്ന് പറയുന്ന ഇതൊരു വലിയ നീതിയുടെ ഒരു രൂപമാണ്. ട്രാൻസിഷണൽ ജസ്റ്റിസ് എന്നാണ് ഇതിനെ ലോയിൽ നമ്മൾ പറയുക. അപ്പോൾ ഇതുപോലൊരു ട്രാൻസിഷണൽ ജസ്റ്റിസ് ഒരു പക്ഷേ അതിനൊരു എക്സാമ്പിൾ ഇനി നമ്മൾ കേരളത്തിലെ ഗവൺമെൻറ് അതിന് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുമെന്നാണ് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ടൂ മച്ച് ടെക്നിക്കൽ അല്ലാതെ കുറച്ചും കൂടിയും ബ്രോഡായിട്ടുള്ള വിശാലാർത്ഥത്തിൽ നിയമത്തിനെ നമ്മൾ നോക്കിക്കാണുന്ന സമയത്ത് നിയമം നീതി നിർവഹിക്കപ്പെടുന്നതാവണം, അല്ലാതെ നിയമം ടെക്നിക്കാലിറ്റീസിൽ ഇങ്ങനെ കുരുങ്ങി നിൽക്കുന്നതാകരുത്. അതിൻ്റെ അപ്പുറത്തേക്ക് നിയമത്തിന് പോകാൻ കഴിയണം. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ മിഷൻ, അതായത് ഫറൂഖ് കോളേജ് പറയാണ് ഇത്ര പ്രശ്നങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ അവിടെയുള്ള കുറേ ആളുകൾ പറയാണ് ഇത്ര പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യുക? ഒരു സെറ്റിൽമെൻറ്റ്, അത് ഒരു ഡിക്ലറേഷൻ, അതൊരു പർട്ടിക്കുലർ ഒരു സംഗതി, ഒരു എക്സെപ്ഷണൽ സാധനമായിട്ട് കാണുകയും അതിൽ നമുക്കൊരു പരിഹാര മാർഗം, അതായത് സമൂഹത്തിൻ്റെ ഒരു ഹാർമണി മുമ്പോട്ടുള്ളത് യാത്രയൊക്കെ രണ്ട് റിലീജിയൻ തമ്മിലുള്ള ഹാർമണിയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പരിഹാരമായിരിക്കും ഒരു പക്ഷേ ഇതിൽ നീതി നിർവഹിക്കാൻ മാർഗം. അത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയിൽ തന്നെ ആസാം അക്കോഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 6A ആസാം അക്കോഡ് അതിന് ഉദാഹരണമാണ്. ആർട്ടിക്കിൾ 370 അതിന് ഉദാഹരണമാണ്. ഇതൊന്നും കംപ്ലീറ്റ് ലോ അല്ല, പകരം ഇതൊരു നീതിയുടെ ജസ്റ്റിസിൻ്റെ പാർട്ടായിട്ട് വരുന്ന ചില പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ആണ്. അതെ, അത്തരത്തിലുള്ള പരിഹാരങ്ങൾ ഇനി ഉണ്ടാവട്ടെ. പക്ഷെ അത്തരം പരിഹാരങ്ങൾ ഉണ്ടാകുമ്പോൾ 370 നമുക്ക് കാണിച്ചു തരുന്നത് അത്തരം പരിഹാരങ്ങൾ ഉണ്ടായാലും വീണ്ടും അത് പൊളിക്കാൻ തീർച്ചയായിട്ടും ആളുകൾ വന്നേക്കാന്നുള്ളതാണ്.